ടാറ്റു പോകണം. ഏതാ സ്ഥലം ഒന്നും എനിക്ക് അറിഞ്ഞൂടാ. ഹേ എവ്രിവൺസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എങ്ങോട്ടെന്നറിയാത്തൊരു യാത്ര എന്നൊക്കെ പറയില്ലേ, വെറുതെ വീട്ടിലിരുന്ന് എന്നെയും അർജുനെയും ശ്രീകുട്ടൻ ചട്ടം കെട്ടിയിട്ട് ഞങ്ങൾ നേരെ പോവാണ് കുറ്റ്യാടിക്ക്. ഈ പ്ലാനൊക്കെ ഇട്ട ആളിതാ ഈ ആളാട്ടോ, ഹർഷയും കുട്ടേട്ടനും ശ്രീകുട്ടനും കൂടെ ബൈക്ക് റൈഡായിട്ട് ഏതോ വാട്ടർഫോൾ കാണാൻ പോവാന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളോട് വരാൻ പറഞ്ഞു. ജാനി ഉള്ളതുകൊണ്ട് ബൈക്കിന് നമ്മളില്ല, എന്നാൽ പിന്നെ എല്ലാവർക്കും കൂടെ കാറിന് പോവാന്ന് പറഞ്ഞിട്ട് നമ്മൾ നേരെ കുറ്റ്യാടി അടുത്തുള്ള ഒരു വാട്ടർഫോളിലേക്കാണ് ഈ പോകുന്നത്. ഞങ്ങൾ ഇതുവരെ പോയിട്ടില്ല. ഏതോ റീല് അപ്പോൾ കുറച്ച് മുന്നേ ഹർഷ കണ്ടിട്ടുണ്ടായിരുന്ന ഒരു സ്ഥലമാണ്. എന്നാൽ വേഗം പോവാന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഇന്ന് എത്തിയിരിക്കുന്നത് ചാപ്പൻതോട്ടം വാട്ടർഫോളിലേക്കാണ്. കോഴിക്കോട് ജില്ലയിലെ കാവിലമ്പാറ ഗ്രാമപഞ്ചായത്തിൽ വരുന്ന ഒരു വാട്ടർഫോളാണ് ചാപ്പൻതോട്ടം വാട്ടർഫോൾ. നല്ല തണുത്ത വെള്ളം, പച്ചപ്പ്, ഹരിതാഭ, അങ്ങനെ നല്ല അടിപൊളി സ്ഥലമാണ്. ആക്ച്വലി സൺഡേ ആയിരുന്നതുകൊണ്ട് ഒരുപാട് ഫാമിലീസ് അവിടെ ഉണ്ടായിരുന്നു. ഞങ്ങൾ ഇത്രയൊന്നും ആൾക്കാർ അവിടെ പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. കൂടാതെ ഞങ്ങളൊരു വൈകിട്ടാണ് പോയിട്ടുള്ളത്. ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ നല്ല വൈകിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇരുട്ടാവണേക്ക് മുന്നേ എത്രയും വേഗം അവിടെ എത്തണം എന്ന് വിചാരിച്ചാൽ പോയിട്ടുണ്ടായിരുന്നു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഏറ്റവും വലിയ റിഗ്രറ്റ് അർജുനും കുട്ടേട്ടനും ശ്രീകുട്ടനൊക്കെ തോർത്തെടുത്തില്ല എന്നുള്ളതായിരുന്നു. നേരെ റോഡിൽ നിന്ന് ഇറങ്ങി കഴിയുമ്പോൾ ഇങ്ങനൊരു ചെറിയ വഴിയുണ്ട്. അവിടുന്ന് നമ്മൾ നേരെ വാട്ടർഫോളിൻ്റെ അവിടെ താഴത്താണ് എത്തുക. മുകളിലേക്ക് പോകാനും വേറെ വഴിയുണ്ട്. നോക്കി പോണേ. വിടണ്ടാട്ടോടാ കൈയും കൊണ്ട്. ജാനി അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഫുൾ ഓണായിരുന്നു. അവൾക്ക് വെള്ളം കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും അതിനകത്ത് കിടക്കണം. പറഞ്ഞിട്ടും കാര്യമില്ല, ഞങ്ങൾക്കും വെള്ളം കണ്ടിട്ട് കയറാനേ തോന്നുന്നുണ്ടായിരുന്നു. അർജുൻ ശ്രീകുട്ടനും കുട്ടേട്ടനൊക്കെ പറയായിരുന്നു, പോന്നപ്പോൾ ഓർത്തില്ല ഒരു തോർത്തെങ്കിലും എടുത്തിട്ട് വരായിരുന്നു, അതാവുമ്പോൾ ഒരു കുളിയും പാസ്സാക്കി പോവായിരുന്നു എന്ന്. നമ്മൾ പറയില്ലേ ചില അൺപ്ലാൻഡ് ട്രിപ്പൊക്കെ ഭയങ്കര അടിപൊളിയായിരിക്കുന്നു, അതുപോലെ ഒന്നായിരുന്നു ഇത്. ഞങ്ങൾക്ക് ട്രിപ്പൊന്നൊന്നും പറയാനില്ല, വീടിന്റെ തൊട്ടടുത്ത് തന്നെയുള്ള സ്ഥലമാണ്. പക്ഷെ എന്തോ ഹർഷ ആ സമയത്ത് ആ റീല് കണ്ടതും ഞങ്ങൾ എല്ലാവരും കൂടെ അപ്പം പോയതും ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടൊരു സൺഡേ ഞങ്ങൾക്ക് കിട്ടി. അതുകൊണ്ട് ഞങ്ങൾ അവിടുന്നേ പറയായിരുന്നു, നമ്മൾ പുറം രാജ്യത്തൊക്കെ പോണേക്കാളും നമ്മുടെ നാട്ടിൽ തന്നെ എത്ര സ്ഥലം ഇതുപോലെ കാണാൻ കിടക്കുന്നതെന്നുള്ളത്. നല്ല ക്ലിയർ വാട്ടറും. ജാനിയാണെങ്കിൽ പറഞ്ഞല്ലോ ഞാൻ ആദ്യം, ഫുൾ ടൈം വെള്ളത്തിൽ തന്നെയായിരുന്നു. കുറേയൊക്കെ നനഞ്ഞു. പിന്നെ അവളുടെ ഡ്രസ്സ് നമ്മൾ വേറെ എടുത്തിട്ടുണ്ടായിരുന്നു. നല്ല കളി. ഫോട്ടോ കണ്ടുപിടിച്ച ആൾക്ക് തംസപ്പ്. ആര്യം ജാനി വെള്ളത്തിലിറങ്ങിയാൽ കണ്ടപ്പോൾ ചെറിയൊരു ടെൻഷൻ ഉണ്ടായിരുന്നെങ്കിലും ഇവളീ കാണിക്കണ കണ്ടത് ഞങ്ങൾ കുറേ നേരം നോക്കി നിന്നു.
അവിടെ ചെന്നപ്പോൾ ജാനിക്ക് അമ്മയും വേണ്ട അച്ഛയും വേണ്ട, കംപ്ലീറ്റ് മാമനെ മതി. കാരണം അവൻ്റെ കൂടെയാണ് ഈ വക തട്ടിപ്പക്ക നടക്കുള്ളൂ. വെള്ളത്തിൽ കളിക്കലും വെള്ളത്തിൽ ഇറങ്ങലും ഒക്കെ. ഞങ്ങൾ സമ്മതിക്കുന്നേ ഉണ്ടായിരുന്നില്ല പേടിച്ചിട്ട്. അങ്ങനെ പയ്യെ ഇരുട്ടി തുടങ്ങിയപ്പോഴത്തേക്കും ഞങ്ങൾ എന്നാൽ പിന്നെ തിരിച്ചു പോവാം എന്ന് കരുതിയിട്ട് പയ്യെ അവിടെ നിന്ന് ഇറങ്ങാനായി. അധികം ആർക്കും അറിയില്ലാത്ത സ്ഥലമായതുകൊണ്ടായിരിക്കാം അത്രയ്ക്ക് അങ്ങനെ വൃത്തിയോടൊന്നും ആക്കാതെയാണ് അവിടുത്തെ പരിസരമൊക്കെ ഉള്ളത്. അത് ഇനിയും അങ്ങനെ തന്നെ നിലനിൽക്കട്ടെ. എന്നാലാണ് നമുക്ക് ഇതുപോലെ നല്ല നല്ല സ്ഥലങ്ങൾ ഇനിയും നമുക്ക് വേണ്ടിയിട്ട് ഉണ്ടാവുള്ളൂ. നല്ല ഐഡിയ ആയിരുന്നേ. സൂപ്പർ. എന്തായാലും പോയിട്ട് വലിയ തിരക്കൊന്നുമില്ല. എന്നാൽ പിന്നെ കുറ്റിയാടി ചുരത്തിൽ പോയിട്ടൊരു ചായ അടിച്ചിട്ട് നമുക്ക് തിരിച്ചു പോകാന്നുള്ള പ്ലാൻ പോയി ഞങ്ങൾ ഇനി പോകുന്നത് അങ്ങ് വയനാട്. യാത്ര തുടങ്ങാൻ നേരത്തെ എപ്പോഴോ പോത്തുംകാല് കിട്ടുന്ന നല്ലൊരു സ്ഥലം ഉണ്ട് എന്നുള്ള സംസാരം വന്ന് ഈ റൂട്ടിലെ ഫേമസ് ആയിട്ടുള്ള താജ് റെസ്റ്റോറൻറ്റിൽ കയറിയിട്ട് ഫുഡ് കഴിച്ചിട്ട് വീട്ടിൽ പോകാമെന്നായി ഞങ്ങളുടെ വിചാരിച്ച പോലെയല്ല. അവിടെ ചെന്നപ്പോൾ ഒരു ഉത്സവത്തിനുള്ള ആളുണ്ടായി. ഞങ്ങളാണെങ്കിൽ ഒരു ആനയെ തിന്നാനുള്ള വിശപ്പായിട്ടാണ് അവിടെ ചെന്നത്. ഈ കട ഇപ്പം എത്തുമെന്നും വിചാരിച്ച് ഫുൾ ചുരം കയറിയിട്ടാണ് ഞങ്ങൾ താജ് റെസ്റ്റോറൻറ്റിൽ എത്തിയത്. ഫുഡ് ഓർഡർ ചെയ്തിട്ട് എന്തായാലും അധികം നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നില്ല. ചിക്കൻ കൊണ്ടാട്ടം, ബീഫ് വാരിയൽ, കുഞ്ഞിപ്പത്തൽ, പൊറോട്ട, ടയറുപത്തിരി, പിന്നെ ബീഫ് കൊണ്ടാട്ടം, അങ്ങനെ കുറച്ച് ഐറ്റംസ് മാത്രമേ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷെ നല്ല ഭക്ഷണമായിരുന്നു. ഞങ്ങൾ ഓർഡർ ചെയ്തതിൽ ഞങ്ങൾക്ക് അധികം ഇഷ്ടപ്പെടാതിരുന്നത് പാൽക്കപ്പ മാത്രമാണ്. ആ ഒരു ഗ്രേവി നല്ല ടേസ്റ്റ് ഉണ്ട്. ഏതൊക്കെയായിരുന്നു നല്ലത്? ബീഫ് കൊണ്ടാട്ടം നല്ല, ചിക്കൻ കൊണ്ടാട്ടം. അത്ര കഴിച്ചിട്ട് നമുക്ക് എത്ര രൂപയായി? 1475. താജ് റെസ്റ്റോറൻറ്റിൻ്റെ തൊട്ടടുത്ത് തന്നെ വയനാട് ഗാന്ധിഗ്രാമം എന്നുള്ളൊരു ചെറിയ സ്റ്റോൾ ഉണ്ടായിരുന്നു. ഞാനന്ന് അവിടെ കയറിയിട്ട് 1-2 സാധനം വാങ്ങിക്കാൻ വേഗം ഒന്ന് കയറി നോക്കാമെന്ന് കരുതി. അങ്ങനെ പ്രത്യേകിച്ച് ഒരു പ്ലാനും ഇല്ലാതിരുന്ന ഒരു സൺഡേ ഞങ്ങളെല്ലാവരും കൂടെ പുറത്ത് വന്ന് വെള്ളച്ചാട്ടത്തിലൊക്കെ പോയി നല്ല ഫുഡൊക്കെ കഴിച്ച് അടിപൊളിയാക്കിയിട്ട് തിരിച്ചു പോവുകയാണ്. കുറ്റ്യാടി വയനാട് ഭാഗത്ത് ആരെങ്കിലുമൊക്കെ വരുന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഈ കാണിച്ച പ്ലേസസിലൊക്കെ ഒന്ന് പോയി നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് അറിയിക്കണം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്ന വരെ ബൈ.